അവധി ചോദിക്കുന്ന കുട്ടികളോട് ഇനിയിപ്പോൾ എന്താ കളക്ടർക്ക് പറയാനുള്ളത്? ഒന്ന്, അവധി ചോദിച്ച് കുട്ടികൾ അവധി ചോദിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അവധി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും മഴയുടെ സാഹചര്യം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. റെഡ് അലേർട്ട് ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവധി കൊടുക്കാം. ഓറഞ്ചോ യെല്ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ സാഹചര്യം പരിശോധിച്ച് ഫീൽഡിൽ നിന്ന് റിപ്പോർട്ടുകൾ എടുത്ത് അത്തരം ഒരു അവധി കൊടുക്കണം എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. കാര്യം ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അവധി ചോദിക്കുന്നത് ഒരു വളരെ മൈനോറിറ്റി, ഒരു വളരെ ചെറിയ കുട്ടികളാണ്. നമ്മൾ ഫേസ്ബുക്കിലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെയോ കമന്റുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ കണ്ടിട്ട് ഇത് നാട്ടിലുള്ള കുട്ടികൾക്കെല്ലാം അവധി വേണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാര്യം ഇവിടെ ഒരു ഭൂരിപക്ഷം കുട്ടികൾ, ഇപ്പം ഞാനും പോലും പഠിപ്പിച്ചു വന്ന സമയത്ത് നമുക്ക് ട്യൂഷനുകളൊന്നും പോകാനുള്ള സൗകര്യമൊന്നുമുള്ള സ്ഥലത്തൊന്നുമല്ല നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കുട്ടികൾ വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ട്രൈബൽ സ്റ്റുഡൻസ് ഉണ്ട്. അത്ര വളരെ ദൂരെ യാത്ര ചെയ്ത് വന്ന് പഠിക്കാൻ വേണ്ടി മാത്രം താല്പര്യപ്പെട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെയെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു മെജോറിറ്റി കുട്ടികൾക്കും അവധി ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ അവധി വേണമെന്ന് പറയുന്നത്, അപ്പോൾ അവധിയുടെ സാഹചര്യം പരിശോധിച്ച ശേഷം മാത്രം അത് ആവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ പൊതുവെ വെയിലാണ്. ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇന്നിപ്പോൾ നമുക്ക് ഇപ്പോൾ ആസ് പെർ പ്രഡിക്ഷൻ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നാളെയും മറ്റന്നാൾ റെഡ് അലേർട്ടാണ്. അപ്പോൾ അലേർട്ട് അനുസരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ക്യാമ്പുകളിലെ ആയിക്കോട്ടെ, ബാക്കി മഴക്കാലപൂർവ്വ ശുചീകരണം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പം ട്രീ കട്ടിങ് കാര്യങ്ങളെല്ലാം തന്നെ, അതുപോലെ സ്കൂളുകൾ തുറക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 5 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. മറ്റ് ഡാമുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മറ്റ് ഡാമുകളിലെല്ലാം അണ്ടർ കൺട്രോളാണ്. എസ്പെഷ്യലി നമ്മൾ കക്കിയാണ് എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്. കക്കിയുടെ അണ്ടർ കൺട്രോൾ തന്നെയാണ്. നമ്മൾ എല്ലാ ഡാമുകളുടെയും വാട്ടർ ലെവൽ നമ്മൾ അതാത് സമയങ്ങളിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുഴയിലെയൊക്കെ തന്നെ വാട്ടർ ലെവൽ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. താങ്ക് യു കളക്ടർ. ഏതായാലും ആ കുട്ടിയുടെ ആ ചോദ്യത്തിന് മറുപടി കൃത്യമായി കളക്ടർ കൊടുത്തിരുന്നു. അദ്ദേഹം അക്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിരുന്നു. അതൊരിക്കലും മനസ്സ് വിഷമിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിലല്ല താൻ അങ്ങനെ ഒരു മറുപടി കുറിച്ചതെന്നാണ് കളക്ടർ പറയുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.